ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ ഏറ്റവും പുതിയ ഒരു വാർത്ത, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. ഡിഗ്രി മെയിൻസ് പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു. ഡിഗ്രി ലെവൽ മെയിൻസിന്റെ പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു. അതിന്റെ പുതുക്കിയ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട്. അതായത് സെപ്റ്റംബർ മാസത്തെ ഡിഗ്രി മെയിൻസ് പരീക്ഷകളാണ് ഇപ്പോൾ PSC മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം, ഇതുവരെ റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചിട്ട് പോലും ഇതുവരെ റിസൾട്ട് ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കണം ഈ ഒരു പരീക്ഷ മാറ്റിവെക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഡിഗ്രി മെയിൻസിന്റെ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതിയും അതോടൊപ്പം തന്നെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഏതൊക്കെ പരീക്ഷകളാണ് മാറ്റിവെച്ചതെന്നും അത് എപ്പോഴാണ് നടക്കാൻ വേണ്ടി പോകുന്നതെന്നും നമുക്ക് നോക്കണ്ടേ. അതുപോലെ ഒക്ടോബർ മാസത്തെ ഫൈനലൈസ് ചെയ്തിരിക്കുന്ന കലണ്ടറും നമുക്ക് ലഭ്യമായിട്ടുണ്ട്, അല്ലെ? അത് വന്നിട്ടുണ്ട്. അതിലെ പരീക്ഷകളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഇത് ഏറ്റവും പുതിയ ഒരു ഡീറ്റെയിൽ ആണ്. ഡിഗ്രി മെയിൻസ് പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായി നോക്കാം. 451/2025, 452/2025, 453/2025. എന്താണ്? അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 ആണ്, അല്ലെങ്കിൽ സൂപ്രണ്ടന്റ് ഓഫ് സബ് ജയിൽ, നമ്മള് സൂപ്പർവൈസർ, ഓപ്പൺ പ്രിസൺ എക്സെട്ര തുടങ്ങിയ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, അതുപോലെ തന്നെ മിനിസ്റ്റീരിയൽ റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെന്റ് ബൈ ട്രാൻസ്ഫർ എന്നിവ, അതായത് നമ്മുടെ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസിലേക്കുള്ള സ്റ്റേറ്റ് വൈഡ് ആയി നടക്കുന്ന എക്സാം ആണ് മാറ്റിവെച്ചിരിക്കുന്നത്. അത് നവംബർ 11 മാറ്റിയിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, നവംബർ മാസം 11 തീയതിയിലേക്കാണ് ഈ ഒരു പരീക്ഷ മാറ്റിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ 187/2025, 188/2025 എക്സൈസ് ഇൻസ്പെക്ടർ ഡയറക്ട് റിക്രൂട്ട്മെന്റും ബൈ ട്രാൻസ്ഫറും, ഇത് രണ്ടും എക്സൈസിലേക്കുള്ളതാണ്. അത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ഈ ഒരു എക്സാമും മാറ്റിവെച്ചിട്ടുണ്ട്. നവംബർ 17 ഈ പറയുന്ന ഡിഗ്രി മെയിൻസ് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ എക്സാം മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതുവരെ നമുക്ക് ഡിഗ്രി മെയിൻസിന്റെ അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ ഈ പ്രിലിംസിന്റെ റിസൾട്ട് വരാത്തിടത്തോളം കാലം എങ്ങനെ മെയിൻസ് നടത്തും? ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുകയാണ്. കാരണം പരീക്ഷയ്ക്ക് സെപ്റ്റംബറിൽ ഇനി വലിയ മാസങ്ങളില്ല, ഒരു 30 ദിവസം പോലും പഠിക്കാനില്ലാത്ത അവസ്ഥയിലാണ് ഉദ്യോഗാർത്ഥികൾ ഇരിക്കുന്നത്. വളരെ ആശങ്കാകുലരായിട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഈ റിസൾട്ട് പോലും പ്രഖ്യാപിക്കാതെ ഈ നടപടികൾ നീളുന്നത് ഉദ്യോഗാർത്ഥി ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ സെപ്റ്റംബർ മാസം നടത്താനിരുന്ന ഡിഗ്രി മെയിൻസ് പരീക്ഷകൾ ഇപ്പോൾ PSC മാറ്റിവെച്ചിട്ടുണ്ട്. 2026 നവംബർ 11 അസിസ്റ്റന്റ് ജയിലർ, നമ്മുടെ ജയിലർ എക്സാം, ഡിഗ്രി മെയിൻസ് ജയിലർ എക്സാം മാറ്റിയിരിക്കുന്നത്. നവംബർ 17 എക്സൈസ് ഇൻസ്പെക്ടറിന്റെ മെയിൻ എക്സാമും മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ഡേറ്റും വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് അസിസ്റ്റന്റ് ജയിലറും എക്സൈസ് ഇൻസ്പെക്ടറും ഒക്കെ പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്ന ആളുകളാണ് ഇത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഇനി അങ്ങോട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് കുറച്ചുകൂടി സമയം കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത ആളുകൾ കൃത്യമായ രീതിയിൽ മെയിൻസിന്റെ സിലബസ് എടുത്തു വെച്ച് പഠിച്ചു തുടങ്ങുക. ഓക്കെ, പഴയ മെയിൻസിന്റെ ഒക്കെ സിലബസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്തു വെച്ച് അങ്ങ് പഠിച്ചു തുടങ്ങുക. ഓക്കെ, വലിയ മാറ്റമൊന്നും അതിൽ വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ പഠിച്ചു മുന്നോട്ട് പോവുക. അപ്പൊ ഈ രണ്ട് ഡേറ്റ് ഓർക്കുക. അതായത് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് 1 പരീക്ഷ നവംബർ 11 മാറ്റി. അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ നവംബർ 17 മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ക്ലാസ്സുകളും ഒക്കെയാണ് മാസ്റ്റർ ക്ലാസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോ ഡേറ്റ് മറക്കണ്ട, നവംബർ 11 17 എക്സാം മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തെ പരീക്ഷാ കലണ്ടർ, നമുക്ക് പരീക്ഷാ കലണ്ടർ എന്ന് പറയുമ്പോൾ റിവൈസ് ചെയ്താണ്, കൺഫർമേഷന് ശേഷമുള്ളതാണ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ, നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ നമ്മൾ ഈ ഒരു PDF പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പൊ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുകയാണ്. അപ്പൊ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.